ഹലോ, എന്തെടുക്കും എല്ലാവരും? വെറുതെ ഇരിക്കുവാണോ? എന്നാ ബാ നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം. ഇത്തവണ ഞാൻ എൻ്റെ ലീവ് എടുത്ത് നാട്ടിൽ പോവാണേ. കാരണം 2 മാസത്തേക്ക് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ആണ്. ആകാശം കാണാൻ എന്ത് രസമാണ്. ഈ മെട്രോയിൽ നിന്ന് ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മജസ്റ്റിക് അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനോട്ട് പോയി. ഇവിടെ ആണെങ്കിൽ ചീപ്പ് റേറ്റിനാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത്. ഒന്നും വാങ്ങിക്കാമെന്നൊന്നുമില്ല, നാട്ടിൽ പോവല്ലേ, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങൾ കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും 5:15 ട്രെയിനിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയതാണ്. ഇനി 8:10 വരെ വെയിറ്റ് ചെയ്യണം. ഇരുന്നിരുന്നാണേലോ മുഷിഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞ് പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ കടയിലെ സാധനങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു തോന്നുന്നു. ഇഷ്ടം പോലെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഞങ്ങൾ തിന്നുമായിരുന്നു. പിന്നെന്താ, അവിടെയുള്ള എല്ലാവരും ഞങ്ങളെ അങ്ങ് നോക്കുമായിരുന്നു. ഞങ്ങൾ സംസാരം. ഫ്രണ്ട്സ് കൂടി പോകാൻ ഭയങ്കര രസമല്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ? കമൻ്റ് ഇടണേ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു കൂട്ടുകാരി കിട്ടി. അവളുടെ പേര് കുഞ്ഞെന്നാണേ. അയ്യോ, ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളെ ഭയങ്കര ഹാപ്പിയാക്കി. അവൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റോപ്പ് വന്നു. എനിക്ക് ഹൈറ്റുള്ള ആൾക്കാരുടെ കൂടെ നിന്ന ഭയങ്കര ശ്വാസം മുട്ടലാണേ. പിന്നെ ഞങ്ങൾ മാലിക്കര എത്തി. ഞാൻ ഇറങ്ങി, അവരുടെ ഒരു ടാറ്റ പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ വരാൻ താമസിച്ചു. അവിടെ അപ്പം ഞാൻ ശ്രദ്ധിച്ചേ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര പണി നടക്കുന്നു. പിന്നെന്താ, സ്കൂട്ടറിൽ അമ്മ വിളിക്കാമെന്ന് ഞങ്ങൾ തിരിച്ചു പോയി. പൊക്കോണ്ടിരിക്കുമ്പം അമ്മ അങ്ങ് സ്കൂട്ടർ നിർത്തി. നോക്കുമ്പോൾ എന്തുവാ, ഒടിഞ്ഞു കിടക്കുന്ന മുരിങ്ങയിൽ നിന്ന് മുരിങ്ങയില പറിക്കാണ്ടി ചാടിയിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അമ്മമാർ ഇങ്ങനെയാണോ? എനിക്കാണെങ്കിലോ ബൈക്കിലും സ്കൂട്ടറിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഴ ചാറി. അതും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിൽ ചെന്നപ്പോൾ കാത്തുവിനെയും കിച്ചനും കാണുമ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ രണ്ടുപേരും കറുപ്പും ഇട്ടുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി കാത്തുവിൻ്റെ കൂടെ കിടന്നുറങ്ങി. അപ്പം ശരി, പിന്നെ കാണാം.